ഇന്നാദ്യം മസ്കറ്റിന് മറക്കാനാവാത്ത രാവൊരുക്കി അൽബുസ്ഥാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചെമ്മീൻ സിനിമയുടെ 50ാം വാർഷിക ആഘോഷങ്ങളിലേക്ക്. കേരളത്തെയും മലയാളത്തെയും ലോക സിനിമാ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ രാമു കാര്യട്ടിൻ്റെ ചെമ്മീനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഔദ്യോഗികമായി ഇതുവരെ ആഘോഷ പരിപാടികളൊന്നും നടന്നിട്ടില്ലെന്ന് നടി ഷീല പറഞ്ഞു. വലിയൊരു ധന്യമുഹൂർത്തമാണ്. കാര്യം നമ്മുടെ കേരളത്തിൽ പോലും നടക്കാത്ത ഒരു സംഭവം മസ്കറ്റിലെ മലയാളികൾക്ക് വേണ്ടി നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്, അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചെമ്മീൻ 50ാമത് വർഷം ഇതുവരയ്ക്കും അവിടെ നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ ഇത്രയും നല്ല മനുഷ്യരായ നിങ്ങളാണ് ആദ്യമായിട്ട് ചെമ്മീൻ 50ാമത് വർഷം ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിർത്തി ഇത് നടത്തിയത്. ഇത് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു ഓർമ്മയാണ്. ഒരുപാട് പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെമ്മീൻ 50ാമത് വർഷം നടത്തണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ചെമ്മീൻ 50ാമത് വർഷം നടത്തണമെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ നടത്തണം, അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, അവർ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയതാണ് അതിൽ നിന്ന്. നിങ്ങളെ ഒരിക്കലും മറക്കാനൊക്കില്ല. കാരണം ഇങ്ങനെ ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ ഇത്രയും ദൂരത്തിൽ ഞങ്ങളൊക്കെ വിട്ട് എന്തിനാ വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇത്രയും നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജീവിച്ചാൽ പോരെയെന്ന് തോന്നുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോൾ. സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഈ നാടകം അവതരിപ്പിച്ചതിലെ കറുത്തമ്മയും പരീക്കുട്ടിയും ഞാനൊന്ന് വിളിച്ചോട്ടെ, അവരെ മാത്രമൊന്ന് വേദിയിലേക്ക്. മറ്റുള്ളവരെല്ലാം ഒത്തുചേരുന്നുണ്ട്. ഇതിനുമ്പത്തേക്കും കറുത്തമ്മയും പരീക്കുട്ടിയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അതൊരു ബിഗ് മൊമെൻ്റാണ്. കാര്യം നാടകത്തിൽ അവതരിപ്പിച്ച 2 കഥാപാത്രങ്ങൾ സിനിമയിൽ ജീവൻ നൽകിയ 2 കഥാപാത്രങ്ങളോടൊപ്പം ചേരുന്നു. സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വളരെ നാളായിട്ട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഇതുവരെ പറയാത്തൊരു കാര്യം. ഈ ചെമ്മീൻ്റെ 50ാം വർഷം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാൻ പറയുകയാണ്. 1962 സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ പാവം നല്ലൊരു പയ്യനായിരുന്നു. ഈ സ്നേഹവും പ്രേമവും ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. ആദ്യത്തെ പടത്തിലല്ല, എൻ്റെ 2ാമത്തെ പടത്തിൽ, മൂടുപടം എന്ന പടത്തിൽ, പലരും കണ്ടിരിക്കില്ല ഈ കൂട്ടത്തിൽ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച പ്രേമരംഗം ഒരു പാട്ട് പാടിയായിരുന്നു. അയലത്തെ സുന്ദരി അറിയാതെ വലയ്ക്കല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ, ഞാനും ഷീലയും തമ്മിൽ ചില സീൻസ് ആ ചെയ്തുകൊണ്ടായിരുന്നു. ഞാനങ്ങനെ ഈ സ്നേഹത്തിൻ്റെ ഹരിശ്രീ പഠിച്ചതും പിന്നെ അതിന് ശേഷമുള്ള സിനിമകളിൽ അഭിനയിക്കാൻ ഒരു പ്രചോദനം തന്നതും അതിൻ്റെ ABC പഠിപ്പിച്ച ആളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ സ്നേഹം ഒരു സഹോദരി എന്നുള്ള രീതിയിലും സഹനടി എന്നുള്ള രീതിയിലുണ്ടായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഗുരുവേ എന്ന് ഞാൻ പറയുമായിരുന്നു. അത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ ഗുരുവിനെ നമസ്കരിച്ചുള്ളൂ. ഒരാൾ കൂടി നമ്മോടൊപ്പമുണ്ട് ഈ രംഗവേദിയിൽ. അനുഗ്രഹീത ഗായികയായ ശാന്ത പി നായരുടെയും വിഖ്യാതനായിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റർ, നാടകത്തിൻ്റെയും അതുപോലെ എഴുത്തുകാരൻ്റെയൊക്കെ മകനായ പത്മനാഭൻ നായരുടെയും മകളായ ലത രാജു നമ്മോടൊപ്പമുണ്ട്. ഇതിലെ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം, ഒടുവിൽ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് കടൽ തീരത്തുകൂടെ അനാഥമായി പോകുന്ന 2 ബാല്യങ്ങളുടെ പ്രതിനിധികളായി മാറിയ പഞ്ചമിയെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലത ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ പലരും കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തിൽ വെച്ച് താലോലിച്ചിട്ടുള്ള ഒത്തിരി കുട്ടിപ്പാട്ടുകളുടെ പാട്ടുകാരിയാണ്. 1-ാം തരം ബലൂൺ തരാം, ആലുവാപ്പുഴയ്ക്ക് അക്കരയുണ്ടൊരു പൊന്നമ്പലം, മഞ്ഞക്കിളി സ്വർണ്ണക്കിളി, അങ്ങനെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു കലാകാരിയാണ് ലത എന്ന ശാന്ത പി നായരുടെ അനുഗ്രഹീതയായിട്ടുള്ള ഈ ഗായിക. പക്ഷേ പാട്ടുകാരിയാകുന്നതിന് മുമ്പ് തന്നെ ചെമ്മീൻ എന്ന സിനിമയിലെ
വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് രംഗങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെയും പഞ്ചമിയുടെ വേഷം കിട്ടി വളരെ പ്രശസ്തിയായി തീർന്നിട്ടുള്ള കലാകാരിയാണ്. ലത ചേച്ചി പിന്നീട് അവരുടെ സംഗീത ജീവിതത്തിൽ രാജുവിനെ കണ്ടെത്തുന്നു, രാജുവിന് വിവാഹം കഴിക്കുന്നു, അങ്ങനെ ലതാ രാജുവായിട്ട് മാറുകയാണ്. പാട്ടുകാരി കൂടി ആയതുകൊണ്ട് രണ്ടുപേരി പാട്ട് നമുക്ക് വേണ്ടി പാടാം. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കാര്യാട്ടിൻ്റെ അടുത്ത സിനിമയായിട്ടുള്ള 7 രാത്രികളിൽ ചേച്ചി തന്നെ പാടിയ അമ്മ ട്യൂൺ ചെയ്തിട്ട് സലിചൗധരിയാണ് സംഗീതം ഒരുക്കിയെങ്കിലും ശാന്ത പി നായരാണ് ഈ പാട്ടിന് ട്യൂൺ ചെയ്തത്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു പാട്ടാണ്. ചേച്ചി 4 വരി പാടും. പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട് നടക്കാൻ മെതിയടി പൊന്ന് കൊണ്ട് മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ് ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട് നടക്കാൻ മെതിയടി പൊന്ന് കൊണ്ട്. മന്നാടയുടെ വിറയാർന്ന കാൽപ്പനിക ശബ്ദത്തിൽ മാനസമൈന ഇറങ്ങി വന്നപ്പോൾ കറുത്തമ്മയും പരീക്കുട്ടിയും മുഖത്തോട് മുഖം നോക്കി. ഈസ്റ്റ്മാൻ കളറിൽ മലയാളി പരിചയിച്ച കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അത്ഭുതം വിടർന്നു. ഒമാൻ സ്വദേശി മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിൽ മാനസമൈനെ എന്ന ഗാനം ആലപിച്ചപ്പോൾ JK ഫിലിംസിൻ്റെ ജയകുമാർ വള്ളിക്കാവ് അണിയിച്ചൊരുക്കിയ ചെമ്മീൻ എന്ന സിനിമയുടെ 50-ാം വാർഷികാഘോഷം കാണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. മാനസമയനെ വരൂ മധുരം നുല്ലേ തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരേ ആരേ മാനസമയനെ വരൂ മധുരം നുല്ലേ തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരേ ആരേ മാനസമയനെ വരൂ. നിലാവെന്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ നിലാവെന്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ കാലിക്കൊട്ടുകാരാനി മറന്നു പോയോ മാനസമയനെ വരൂ മധുരം നുല്ലേ തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരേ ആരേ മാനസമയനെ വരൂ. കടലിലെ ഓലവും കരലിലെ മോഹവും കടലിലെ ഓലവും കരലിലെ മോഹം അടമുക്കി വാലി അടമുകില മാനസമയനെ വരൂ
താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് റഫിയുടെ ഒരു ചരിത്രം പറഞ്ഞാൽ എൻ്റെ 68 പ്ലീസ് ബി ഹിയർ ഒരു 68-69 കാലയളവിൽ മുഹമ്മദ് റാഫി എന്ന നമ്മുടെ സാക്ഷാൽ ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പാട്ടുകാരൻ മസ്കറ്റിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഗാനം കേട്ട കാസിം എന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പം മനസ്സിൽ വിചാരിച്ചു, റഫി സാബിനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ മുഹമ്മദ് റാഫി എന്ന് പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനൊരു ചരിത്ര നിയോഗത്തിൻ്റെ മനുഷ്യനാണ് ഇദ്ദേഹം. ആദ്യകാലങ്ങളിൽ പി ലീലയും പിന്നീട് പി സുശീലയുമായിരുന്നു അവർക്ക് ശബ്ദം കൊടുത്തിരുന്ന ഗായികമാർ. പക്ഷേ ചെമ്മീനിൽ 5 ഗാനങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും അതിലൊരു പാട്ട് പോലും ഈ കഥാനായിക പാടുന്നില്ല എന്നതാണ് സത്യം. അതങ്ങനെ കഥയുടെ ഗതി അനുസരിച്ച് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ഷീല ചേച്ചിക്ക് തന്നെ തൻ്റെ പ്രിയപ്പെട്ട സിനിമകളിലെ ചില പാട്ടുകളെക്കുറിച്ച് പറയാൻ കാണും. ഷീല ചേച്ചി ഒരു പാട്ട് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പറയുക എന്നതാണ് ചോദ്യം. ഒരു പെണ്ണിൻ്റെ കഥയിൽ പൂന്തേനരുവി, പെണ്ണിൻ്റെ കഥ എന്നുള്ള സിനിമയിലെ പാട്ട്. ആ പാട്ട് നമ്മളൊരു കൊച്ചു കലാകാരി നമ്മൾ വിളിക്കട്ടെ, പാടിപ്പിക്കട്ടെ. സന്തോഷം. റിയ പ്രദീപ് വേദിയിലോട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂന്തേനരുവി
പുന്നപ്പറക്കാരേ പുറക്കാട്ട് കടപ്പുറത്ത് സാഗര 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 കടപ്പുറത്തിന് ഉത്സവമായി ഹേ സാഗര തെരപ്പുറത്തിന് മത്സരമായി സാഗര കടപ്പുറത്തിന് ഉത്സവമായി ഹേ സാഗര തെരപ്പുറത്തിന് മത്സരമായി താമര തക്കിളി നൂൽക്കടി പഞ്ചമിയേ ഓമന പൊൻവല കോക്കടി പൈങ്കിളിയേ ഓണമായി ഓണമായി പൊന്നോണമായി പൊന്നോണമായി പൊന്നയിലാഹേ സാഗര മടികിലുങ്ങണു പൊന്നളിയ സാഗര പല നിറയണു പൊന്നയിലാഹേ സാഗര മടികിലുങ്ങണു പൊന്നളിയ പോയിവ പഠിക്ക നിക്കണമാളോരേ പോയിവ കടം തരാനിനി മീനില്ല ഏലയ ഏലയ ഇലയേലയ ഇലയേലയ